ഷാനവാസ് ശരിക്കും കളിച്ചോ ഗെയിം? ഇല്ല. ഇനി ഷാനവാസ് ഹീറോ എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ എഗ്രി ചെയ്യത്തില്ല. സോറി, ഞാൻ ബിഗ് ബോസ് ഫാനാണ്. ഞാനിവിടെ ഷാനവാസിനെ ആദ്യമായിട്ടാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ സീരിയലൊന്നും കാണാത്തൊരു വ്യക്തിയാണ് കേട്ടോ. മലയാളം സീരിയലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൊല്ലങ്ങളായി ഞാനൊരു സീരിയൽ കണ്ടിട്ട്. അപ്പോൾ ഷാനവാസ് എന്ന വ്യക്തിയെ എനിക്ക് നേരത്തെ പരിചയമില്ല. അവിടെയുള്ള ആരും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അനുമോളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പുള്ളിക്കാരുടെ പല കാര്യങ്ങളും വ്യക്തിപരമായ ഒരു അഭിപ്രായം പുള്ളിക്കാരോട് നിൽക്കാൻ തോന്നാറില്ല. അല്ലാതെ പുള്ളിക്കാർ കാണിച്ചിട്ടുള്ള ആ കോമഡിയൊക്കെ ഞാൻ ചിലപ്പോൾ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഷാനവാസ് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇന്ന് ട്രിഗർ ആവാൻ കാരണം എന്താ? റിയാസ് അവിടെ നവീനെ കുറിച്ച് ചോദിച്ചു അനീഷിനോട്. അതിനല്ലേ ട്രിഗർ ആയത്? ഞാൻ ചോദിക്കട്ടെ, ഇതിനാ ട്രിഗറായേ? പേടിച്ചു പോയോ? പുറത്തുനിന്ന് റിയാസ് നവീനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് അവിടെ ഷാനവാസ് ട്രിഗർ ആയത്. അത് ട്രിഗർ ആയതാണ് ഷാനവാസിനെ അവിടെ രക്ഷപ്പെടാനാണ്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഷാനവാസ് അവിടെ ട്രിഗർ ആയത് അതുകൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് പിന്നെ ഷാനവാസ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കൊണ്ടുപോയതാണ്. ആ കൊണ്ടുപോയാൽ പലതും ഷാനവാസ് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. അതിൽ ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ നിവീനോടൊക്കെ ഉള്ള ആ ഒരു ഫോബിയ ഉണ്ടല്ലോ, അത് പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, ഷാനവാസ് പറഞ്ഞ പല വേർഡ്, ഫോർ എക്സാമ്പിൾ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ നിങ്ങളെ ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിങ്ങളെ കാണാറുണ്ടെന്നോ, അത് ഏത് രീതിയിലാണ്? നല്ല രീതിയിലാണോ ഷാനവാസ് അത് പറഞ്ഞത്? ആണോ? അല്ലല്ലോ. ഷാനവാസ് അവിടെ നല്ല രീതിയിലല്ല അത് പറഞ്ഞത്. അത് ഏത് ഇൻറ്റൻഷനാണെന്ന് ഏത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് തീർത്തിട്ടുണ്ടെങ്കിൽ അതിന് ലാലേട്ടൻ ചോദ്യം ചെയ്യണം, നല്ലപോലെ ചോദ്യം ചെയ്യണം. അതിന് ചിരിച്ച് അവിടെ സുഖമായിട്ട് ഇരിക്കാൻ പാടില്ല. നവീൻ എന്നുള്ള വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ വാട്ട് ഹീസ് ഗോയിങ് ത്രൂ എന്നുള്ളത്. ആരെങ്കിലും ആ നവീൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് 2 ദിവസമായി ആ മനുഷ്യൻ നന്നാണ് ഉറക്ക ചിരിച്ചിട്ട്? സത്യമായിട്ടും ഹീസ് ഗോൺ ഔട്ട് മാൻ. അപ്പം ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ട്, റിയാസ് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, വ്യക്തിഹത്യ ചെയ്തിട്ട് ഈ സീസണിൽ ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത 3-4 ജിൻഡോകൾ അതിനുള്ളിൽ ഞാൻ കാണുന്നുണ്ട്, ഈ സീസണിൽ ഞാൻ കാണുന്നുണ്ട്. ശരിക്കും പറയാലോ. അത് കഴിഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞ ശേഷം അയ്യോ ഇയാളെയാണോ ഞങ്ങൾ വിന്നറാക്കിയേ എന്ന് തോന്നിയിരുന്നിട്ടൊന്നും കാര്യമില്ല. സത്യം ഞാൻ പറയാം. ഷാനവാസ് എന്നുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ പലപ്പോഴും നേരത്തെ ടാസ്ക് ആണെങ്കിലും ധൈര്യം എന്ന് പറഞ്ഞ സാധനം 0 ആണ്. ഓക്കെ, ഒരു കാര്യം കഴിഞ്ഞ ടാസ്കിൽ പേടിയായിരുന്നു, ഏത് സൈഡിൽ നിൽക്കണം എന്ന് പോലും. അക്ബർ കളിച്ചു അവിടെ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഹീ പ്ലേഡ് വെൽ മാൻ. പക്ഷേ ഷാനവാസിന് കളിക്കാൻ പറ്റിയില്ല. ഷാനവാസ് അവിടെ ചെയ്ത ഡിസിഷൻസ് ഒക്കെ പൊട്ടത്തെറ്റായിരുന്നു. ആ കോയിൻ കൊടുത്തില്ല, ഒരു ഗുണം ഉണ്ടായിരുന്നില്ല ഷാനവാസിനുള്ള വ്യക്തിയെ കൊണ്ട് ആ ടാസ്കിൽ. അപ്പം ഷാനവാസ് ഭയങ്കര തോൽവിയാണ്. എനിക്ക് എപ്പോഴും തോൽവിയായിട്ടോ. ഈ ടാസ്കിലും പുള്ളിക്കാരൻ കളിച്ചു വന്നതായിരുന്നു. എന്നിട്ട് ഇപ്പം ആ മെയിൽ ഈഗോ ഉണ്ടല്ലോ, അതങ്ങ് കയറി വന്നിട്ട് അങ്ങ് കളഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന അനീഷും. നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും മോശം വാക്കുകളും മോശം വേർഡ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയാൻ പറ്റണം. അല്ലാന്ന് അതങ്ങനെയല്ല പറയേണ്ടതെന്ന് പറയാൻ പറ്റണം. ആ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തോൽവിയാണ്. ഓക്കെ, അപ്പം മിക്കവാറും ലാലേട്ടൻ വന്ന് പിന്നെയും അനീഷിനോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അനീഷ് അന്നേരം ബബ്ബ അടിക്കും. അനീഷ് ഒരിക്കലും നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അനീഷിന് ഒരിക്കലും പറ്റിയിട്ടില്ല. ഏത് സിറ്റുവേഷനാണ് അനീഷ് റിയാക്ട് ചെയ്തിട്ടുള്ളത്? ആയിക്കൂടെ ഒനിലിൻ്റെ കേസ് എല്ലാവരും കൂടി അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് അനീഷ് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നു അതുപോലെ തന്നെ പറഞ്ഞു, ലക്ഷ്മിക്ക് അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു. അല്ലാത്ത പക്ഷം അനീഷിന് അനുവിൻ്റെ കേസിൽ പറയാൻ പറ്റിയിട്ടില്ല. അനുവിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ കേസിൽ? പിന്നെ ആദില നൂറയുടെ കേസിൽ അവർക്കൊന്നും വീട്ടിലാരും പറഞ്ഞിട്ടില്ല, അനീഷിനും പറയാൻ പറ്റില്ല. അനീഷ് അങ്ങനത്തെ പല നല്ല കറക്റ്റ് ലോജിക്കൽ സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള കഴിവുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ലാലേട്ടൻ വന്നിട്ടെങ്ങാനും പറയുമെന്ന് എനിക്കറിയില്ല. കാരണം പുള്ളിക്കാരൻ ഏഷ്യാനെറ്റിൻ്റെ പുത്രനായിരിക്കും, സീരിയലിൻ്റെ പുത്രന്മാരായിരിക്കുമല്ലോ. അപ്പം സീരിയലിലെ ആൾക്കാരെ കുറച്ച് പുകഴ്ത്തി പോകാൻ സാധ്യതകളും ഉണ്ട്. അങ്ങനെ ഒന്നുമേ പറഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് എ ഷെയിം ഓൺ ബിഗ് ബോസ് എന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനത്തെ ക്യാരക്ടർ അസോസിയേഷൻ ഉണ്ടാക്കിയാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം നവീൻ എന്നുള്ള വ്യക്തിക്ക് പുറത്തിറങ്ങി ജീവിക്കണം. അയാളുടെ കരിയറാണ് സ്പോയിലാവുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷനുണ്ട്. ഇത് ആരും എടുത്ത് പറയില്ല, ഒരു റിവ്യൂവേഴ്സും പറയില്ല. ബിക്കോസ് അവർക്ക് ജീവിക്കേണ്ടത് ആ റിവ്യൂ വെച്ചിട്ടാണ്. എന്നെ പോലത്തെ ആൾക്കാർക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഇതെൻ്റെ പ്രൊഫഷനല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഹോബി ഫോർ മീ. ഓക്കെ, ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ആസ് എ ഹോബി. അപ്പോൾ എനിക്കിവിടെ പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നവീൻ എന്നുള്ള വ്യക്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല. നവീൻ അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പിച്ച് ചെയ്യുന്നു. ഹിസ് ലൈഫ് ഈസ് ഗോയിങ് ടു ബി റൂയിൻഡ്. അത് ഇവിടെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ലാലേട്ടൻ ഇത് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല
അനീഷിൻ്റെ പല പല കാര്യങ്ങളും, അനീഷ് എന്തിനാണ് അവിടെ റിയാസിനോട് ഒച്ചെടുത്ത് നിന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും അനീഷിന് മനസ്സിലാവാതെ അനീഷ് റിയാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതിന് റിയാസിൻ്റെ മറുപടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അൺഫെയർ ആണ്, അത് ഞാൻ അൺഫെയർ ആണ്, അത് അവരുടെ ഡിസിഷനാണ്, അവരെവിടെ കൊടുക്കണം എന്നുള്ളത്. അപ്പം അനീഷും കുറേ സമരമൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പം അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നിങ്ങൾക്ക് സ്റ്റാർ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിൽക്കണമായിരുന്നു. അത് ചെയ്യാത്തടത്തോണ്ടാണ് അനീഷിന് അത് കിട്ടാഞ്ഞത്. അപ്പം അനീഷ് അവിടെ എല്ലാത്തിനും 100 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയുന്നല്ലാതെ ഈ കാര്യത്തിന് അനീഷ് ഒന്നും മിണ്ടിയിട്ടില്ല. ഫ്രണ്ട് എന്ത് തെറ്റ് ചെയ്താലും പറയണം. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പും നിൽക്കാനൊന്നും പോകുന്നില്ല. ലാലേട്ടൻ വന്ന് 2 വാക്ക് പറയുമ്പോഴേക്കും അനീഷ് ഈ ഷാനവാസിനെടുത്ത് തട്ടും, അത് ഉറപ്പാണ്. ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ആരാണ് പിന്നെ തട്ടിയില്ലെങ്കിൽ ഓക്കെ, അനീഷിൻ്റെ കഷ്ടകാലം ഞാൻ പറയുള്ളൂ. കപ്പൊന്നും അനീഷിന് കിട്ടാൻ പോകുന്നില്ല, അത് ഞാൻ എടുത്തു പറയാം. സ്വന്തം ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അനീഷ് പിന്നെയും മുകളിലോട്ട് കയറും. കാരണം എന്താ പറയുക, ഇങ്ങനത്തെ കാര്യം ഇൻഫ്ലുവൻസ് ആവില്ല. നമുക്ക് ശരിയും തെറ്റും കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് 3rd person വ്യൂവിൽ കാണാൻ പറ്റും. ഇത് 3rd person വ്യൂവിൽ കാണാൻ പറ്റുന്നില്ല അവിടെ. അതാണ് അവർക്ക് രണ്ടുപേർക്കും അതാണ് അനീഷിന് പറ്റുന്ന കുഴപ്പം. അതാണ്. അപ്പോൾ അത് അനീഷിനെ ഗെയിമിനെ ശരിക്കും താത്തുന്നുണ്ട്. പിന്നെ അനുമോൾ എന്നുള്ള വ്യക്തി, അനുമോൾ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ബിക്കോസ് തെറ്റുകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ കാണുമ്പം അനുമോളും അതിൽ പെടും. എപ്പോഴും നമ്മളെ മോറൽ പോലീസിംഗ് ഒക്കെ ചെയ്ത ആളാണല്ലോ, അപ്പോൾ പുള്ളിക്കാരി അതിൽ പെടും, നോ ഡൗട്ട്. പുള്ളിക്കാരിക്ക് ശരിയും തെറ്റും ശരിക്കും മനസ്സിലാവാത്തൊരു വ്യക്തിയാണ്. അത് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് മനസ്സിലാവല്ലോ. എവിടെയൊക്കെ പുള്ളിക്കാരിക്ക് ഒരു ഒരു കുലസ്ത്രീ കൊണ്ടുവരാൻ പറ്റുമോ അവളൊക്കെ പുള്ളിക്കാരി കൊണ്ടുവരും. അതും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി. പക്ഷെ ഞാൻ എടുത്തു പറയേണ്ട ഒരു ആളുണ്ട് എനിക്ക് നന്നായിട്ട് കളിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസങ്ങളിൽ ഈ ടാസ്കിൽ എനിക്ക് ശരിക്കും ഇഷ്ടമായ വ്യക്തി ആരാണെന്നറിയോ? ശരിക്കും എനിക്കിഷ്ടമായി. ക്യാപ്റ്റൻസിയിലേക്കൊക്കെ ആദില, മറ്റേ ആര്യൻ, ലക്ഷ്മിയിൽ ശരിക്കും എനിക്ക് ഇഷ്ടമായത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഇവിടെ ശരിക്കും കളിച്ചു. കുറച്ച് റിയാസിൻ്റെ അടുത്ത് പോയെങ്കിലും പിന്നെ പുള്ളിക്കാരി ഒരുവിധം കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും. അപ്പം പുള്ളിക്കാരി ട്രിഗർ ആയില്ലല്ലോ ഒരുവിധം. എന്തൊക്കെ റിയാസ് പറഞ്ഞു, എന്നാലും പുള്ളിക്കാരി അത്ര ട്രിഗറായോ? കുറച്ചൊക്കെ ട്രിഗർ ആയിട്ടുണ്ടെങ്കിലും തിരിച്ച് പുള്ളിക്കാരി എങ്ങനെയൊക്കെ പിടിച്ച് ഇപ്പോൾ ഈ തവണ കുറച്ച് എനിക്ക് ഇഷ്ടമായത് ഇവർ 3 പേരിൽ എനിക്ക് ശരിക്കും ലക്ഷ്മിനെയാണ് ഇഷ്ടമായത്. പക്ഷേ വീട്ടുകാർ അതിലെയാണ് ചൂസ് ചെയ്തത്. പിന്നെ ജിസിലിനെയാണ് ഷാനവാസിനെ. കാരണം അവർക്ക് 4 സ്റ്റാർ ഉണ്ടല്ലോ, സ്റ്റാർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഷാനവാസ് സ്റ്റാർ തിരിച്ചു കൊടുക്കില്ല ഫോർ ഷുവർ. അത് നിങ്ങൾ കൊടുത്തപ്പോൾ ആലോചിക്കണമായിരുന്നു. അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഷാനവാസിന്. അത് ഷാനവാസ് കൊടുക്കാൻ അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ അവിടെ ജിസിലും ഷാനവാസും തമ്മിൽ ചൂസ് ചെയ്തത് ജിസിലിനാണ്. ഓക്കെ, ജിസിലിനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അത് കറക്റ്റാണ്. എല്ലാ വീട്ടുകാർക്കും മനസ്സിലായല്ലോ ഷാനവാസ് ചെയ്തത്. ഷാനവാസ് കുറച്ച് ഓവറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഹീറോയിസം ആണോ എന്ന് ചോദിച്ചാൽ ഹീറോയിസം അല്ല. എനിക്കത് കറക്റ്റാണ്. അത് ഹീറോ ആയിട്ട് തോന്നിയില്ല. അത് എല്ലാവരും പറയുന്നത് അത് ഷാനവാസിനെ ഒറ്റപ്പെടുത്തലാണെന്ന്. അത് ഷാനവാസിനെ ഒറ്റപ്പെടുത്തലല്ല. ഷാനവാസ് അവിടെ ചെയ്ത തെറ്റാണ്. കുറേ തെറ്റുകളുണ്ടത്. പിന്നെ ആ തൂത്ത് വരുന്ന മാത്രമേ കുറച്ച് ഹാർഷായിട്ട് വന്നുള്ളൂ. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അത് മാത്രമാണ് കുറച്ച് ഹാർഷായിട്ട് വന്നത്. അത് ഇച്ചിരി കുറച്ചിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇനി അടുത്ത് പറയാനുള്ളത് ജയിലിലേക്ക് പോയത് റെന. ഫോർ ഷുവർ റെനയും സാബുമാനും നോക്കുമ്പോൾ സാബുമാൻ എന്നുള്ള മനുഷ്യൻ ശരിക്കും പറയുന്നത് നന്നായി ഡാൻസ് കളിച്ചു ആ മനുഷ്യന്. ശരിക്കും എനിക്ക് ആ മനുഷ്യനെ കാണുമ്പോൾ ഇവരൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും ആ മനുഷ്യൻ നല്ല പോസിറ്റീവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് പയ്യനെ ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും നിൽക്കുമെന്ന് അറിയില്ല. സാബുമാൻ എന്നുള്ള നല്ല വ്യക്തിയാണ്. ഇവിടെ നിന്ന് നിൽക്കാൻ യോഗ്യയില്ല ഈ സീസണിൽ. ശരിക്കും പറഞ്ഞാൽ കുലസ്ത്രീ ആയിരിക്കണം, കുലപുരുഷനായിരിക്കണം, പിന്നെ അല്ലെങ്കിൽ അമ്മാവനായിരിക്കണം ഷാനവാസിനൊക്കെ പോലെ. അങ്ങനെയാണെങ്കിലാണ് ഈ സീസണിൽ നിൽക്കാൻ പറ്റുക. അല്ലാത്തവരൊക്കെ ഈ സീസണിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവരൊക്കെ രക്ഷപ്പെട്ട് എവിക്റ്റായി പോയിക്കോട്ടെ. നിങ്ങൾ ഈ സീസണിൽ എവിക്റ്റായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നല്ല മനുഷ്യരാണെന്നാണ്. അത് പേടിക്കണ്ട. ഓക്കെ, ദാറ്റ് ഇസ് ഹെൻസ് പ്രൂവ്ഡ് ആണ്. പിന്നെ അടുത്ത സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിലൊരു സീക്രട്ട് ടാസ്ക് നമ്മുടെ റിയാസിൻ്റെ. ആ സീക്രട്ട് ടാസ്കിനെ ചൊല്ലിയാണ് അനീഷ് രാവിലെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയത്. സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് ഈ ഷാനവാസിനൊക്കെ ചിരി കാണുമ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടം തോന്നും കേട്ടോ. ഒരു ഉളുപ്പില്ലാതെ ചിരിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഇതും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റാറില്ല. കാരണം നമ്മളൊക്കെ ഒരാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ മനസ്സിൽ, നമ്മളത് പറഞ്ഞല്ലോ എന്നുള്ളത്. ഇവർക്ക് അതൊന്നും ഇല്ല. അത് എനിക്ക് ശരിക്കും തോന്നിയത് ഈ സീസണിലുള്ള ആൾക്കാർക്ക് മനസ്സാക്ഷി എന്നൊരു സാധനമില്ല. ഒരാളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നതിന് അവർക്കൊരു കുഴപ്പമില്ല. ഒരാളെ താഴ്ത്തി ഒരാളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവർക്ക് സ്ക്രീൻ സ്പേസ് മാത്രം മതി. ഷാനവാസ് എന്ന് ചെയ്ത സ്ക്രീൻ സ്പേസിന് മാത്രമാണ്. സ്ക്രീൻ സ്പേസിനും പിന്നെ ആ റിയാസ് നവീനുള്ള ഇഷ്യൂന്ന് എസ്കേപ്പ് ചെയ്യാനും വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. ഓക്കെ, അതാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രോബ്ലം. ഇത് ഡേർട്ടി ഗെയിം എന്നേ ഞാൻ പറയുള്ളൂ. അത് ഡേർട്ടി ഗെയിമാണ്.
Okay, like just like their kitchen, a dirty kitchen, a dirty game, a dirty big boss. ആൻഡ് എനിക്ക് തോന്നുന്നു ഏഴിൻ്റെ പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ആസ് എ പ്രേക്ഷകർ നിങ്ങൾക്കാണ് ഏഴിൻ്റെ പണി കിട്ടാൻ പോകുന്നത്. ഉറപ്പാണ്. നിങ്ങൾക്ക് നല്ല പണിയായിരിക്കും ലാസ്റ്റ്. ആര് ജയിച്ചു, എനിക്ക് ആര് ജയിച്ചാലൊന്നുമില്ല. എല്ലാ പ്രാവശ്യം ഞാൻ വിന്നറെ നോക്കി ചിരിക്കാറുണ്ട്. ഈ പ്രാവശ്യവും ഞാൻ വിന്നറെ നോക്കി ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കോമഡി ആയിരിക്കും. ലാസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇയാളാണോ വിന്നറായെന്ന് ചിന്തിക്കും. എന്തോ ആയിക്കോട്ടെ. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, സീക്രട്ട് ടാസ്കിൽ ഒരെണ്ണം മിസ്സായി. നന്നായി. ഞാനും വിചാരിച്ചു അത് ഇവർക്ക് നല്ലത് കൊടുക്കണ്ട, അതിൻ്റെ പണി ഇവർക്ക് കിട്ടണം. എന്തായാലും ഇവർ മോശമായിട്ടാണ് ചെയ്തത്. എന്തിനാണ് ആ സീക്രട്ട് ടാസ്ക് റിയാസ് ചെയ്ത് കൊടുക്കേണ്ടത്? അതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിയാസ് ചെയ്യാതെ അത് വിട്ടുപോയത് കാര്യം. ഒരെണ്ണം തെറ്റുള്ള ആ 5 പേരോട് പാട്ട് പാടണം, സെപ്പറേറ്റാണ് പാടേണ്ടതെന്ന് തോന്നുന്നു. അത് ഒരുമിച്ച് പാടിച്ചുകൊണ്ട് അത് തെറ്റിപ്പോയി. ബാക്കി എല്ലാവരും പുള്ളിക്കാരും ചെയ്തു. അപ്പോൾ അത് എന്തായാലും നന്നായി. അത് ചെയ്ത് കൊടുക്കാൻ നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. വളരെ നല്ല കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള എപ്പിസോഡിൽ. പക്ഷെ എനിക്ക് ഒന്നും പറയാനില്ല. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറേ റിവ്യൂവേഴ്സിനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും ശരിക്കും പറഞ്ഞാൽ. അവർക്കൊക്കെ ശരിക്കും റിവ്യൂ ചെയ്യാൻ കൂടി പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഇത്രയധികം പേഴ്സണൽ അറ്റാക്കും ഒക്കെ വരുന്നതുകൊണ്ട് അവർക്ക് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. മെയിൻ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വരും. നമ്മുടെ മലയാളം ബിഗ് ബോസിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഹിന്ദി ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഹിന്ദി കമ്മ്യൂണിറ്റി ഈസ് എ ബിഗ് കമ്മ്യൂണിറ്റി. അവിടെ PR വർക്ക് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ തമിഴും ഈസ് എ ബിഗ് കമ്മ്യൂണിറ്റി. അതായത് തമിഴ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം സംസാരിക്കുന്ന ലാംഗ്വേജ് അല്ല. സിംഗപ്പൂർ, മലേഷ്യ എല്ലായിടത്തും ഓടുന്നുണ്ട്. അത്രയധികം ബിഗ് കമ്മ്യൂണിറ്റി. അപ്പോൾ PR കൊണ്ട് മാത്രം തമിഴിലും ജയിക്കാൻ പറ്റില്ല. ബാക്കി ഈ മലയാളത്തിൽ തന്നെ നമ്മൾ ചെറിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. 3 മില്യൺ പീപ്പിളല്ലേ ഉള്ളൂ. 35 മില്യൺ പീപ്പിളല്ലേ ഉള്ളൂ. 3 crores അല്ലേ? അതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് PR വെച്ച് ഭയങ്കരമായിട്ട് കൂടുതൽ അതിൽ ബിഗ് ബോസ് കാണുന്നവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. എല്ലാവരും ബിഗ് ബോസ് കാണുന്നവരല്ല, വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എളുപ്പം കഴിയും. അതാണ് നമ്മുടെ വിന്നേഴ്സൊക്കെ പലപ്പോഴും എന്താണ് ഇതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഞാൻ എന്തായാലും വിന്നേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് നമ്മളെ നമ്മുടെ ജനത തിരഞ്ഞെടുത്തതല്ലേ. ഞാൻ വോട്ട് ചെയ്യാറില്ല, കാരണം എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ജനത തിരഞ്ഞെടുത്തോണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ മിക്കവാറും ഇരുന്ന് ആലോചിച്ച് എന്ന് ചിരിക്കാറുണ്ട് ചിലപ്പോൾ വിന്നേഴ്സിനെ കാണുമ്പോൾ. വളരെ ചുരുക്കമൊക്കെ തോന്നിയിട്ടുള്ളൂ. വാവ്, കൊള്ളാം, കുഴപ്പമില്ല, തിരക്കേടില്ല എന്ന് തോന്നാറുണ്ട്. ചിലപ്പോൾ മെജോറിറ്റി ടൈം സെക്കൻഡ് റണ്ണറപ്പ് തൊട്ട് ഫസ്റ്റ് റണ്ണറപ്പ് വരെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ആപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ജെനുവിൻ ചിന്തിക്കുന്ന ആൾക്കാർ വരുന്നത്. ഫസ്റ്റ് ഒക്കെ വരുന്നത് ചിലപ്പം മെജോറിറ്റി ടൈം ശരിയാവാറില്ല. മെജോറിറ്റി ടൈം ഞാൻ പറഞ്ഞത് എല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ്. അപ്പം നിങ്ങളുടെ ഇത് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. പക്ഷേ ഡേർട്ടി കിച്ചൺ പോലെ തന്നെയാണ് ഡേർട്ടി മൈൻഡ് ഓഫ് എവ്രി വൺ ഇൻ ദാറ്റ് ഹൗസ്. ആരും നല്ലതല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതെ കളിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ സീസൺ പ്രത്യേകിച്ച്. ഈ സീസൺ അത്രയ്ക്ക് ഒന്നുമില്ല. ഇനി അത് നന്നാക്കിയെടുക്കാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ കുറേ എല്ലാവരും ഇറക്കി വിട്ടിട്ട് വേറൊരു ഗ്യാങ്ങിനെ കയറ്റുകയാണെങ്കിൽ ചിലപ്പം സീസൺ തന്നെ മാറും. പക്ഷേ അതായിക്കോട്ടെ, ഏഴിൻ്റെ പണി അതായിക്കൂടെ ബിഗ് ബോസ്? ഏഴിൻ്റെ പണി അതാവാമല്ലോ. അത് ചെയ്യാനുള്ള ധൈര്യം ബിഗ് ബോസ് ടീമിനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. അത് നല്ല സൂപ്പർ ഹിറ്റ് ആയിരിക്കും. മലയാളത്തിൽ മാത്രം നല്ലൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് വരും. എക്കതിനെ ഇറക്കി വിടുക, എന്നിട്ട് പുതിയ എല്ലാത്തിനും കയറ്റുക. അതും സർപ്രൈസ് ആയിട്ട് കയറ്റണം. ഈ PR വർക്ക് ചെയ്യുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പീനലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഈ PR വർക്ക് കാരണം തന്നെ പലർക്കും റിവ്യൂ ചെയ്യാൻ കൂടി പറ്റത്തില്ല. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല. എന്തായാലും AI ഒക്കെ വരുന്നതല്ലേ, ഈസിലി ട്രാക്കബിൾ ആവും ഇതെല്ലാം. ഡോണ്ട് വറി, ഇറ്റ്സ് ഗോയിങ് ടു വർക്ക് ആൻഡ് എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി നോർമൽ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. ഷാനവാസിൻ്റെ ഫാൻസ് വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യും, ഞാൻ റെഡി ആയിട്ടിരിക്കുവാണ്. ഓക്കെ, ബൈ.